CPM ഏരിയ സമ്മേളനങ്ങളിൽ നേതാക്കൾക്കെതിരെ ഉയരുന്നത് ഗുരുതര ആരോപണങ്ങൾ. അഴിമതിയും ബാങ്ക് തട്ടിപ്പും ലൈംഗികാരോപണങ്ങളും ഉയർത്തി നവമാധ്യമങ്ങളിലും ചേരിപ്പോരാ. പരസ്യ പോർവിളികളും തെരുവിലിറങ്ങിയുള്ള കൂട്ടത്തല്ലും തടയുന്നതിൽ പരാജയപ്പെട്ട ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ. CPM-ലെ പ്രാദേശിക കലാപങ്ങൾ സംസ്ഥാനത്തെമ്പാടും വ്യാപിക്കുന്നതോടെ പുറത്തുവരുന്നത് പാർട്ടിയിലെ നേതാക്കന്മാർക്കെതിരായ ഗുരുതര ആരോപണങ്ങൾ. കൊള്ളക്കാരിൽ നിന്നും പാർട്ടി രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രകടനം നടന്ന കരുനാഗപ്പള്ളിയിൽ നേതാക്കൾക്കെതിരെ സ്ത്രീപീഡനം മുതൽ ബാർബിനാമി, ക്രിമിനൽ ബന്ധം, ഭൂമി കയ്യേറ്റം തുടങ്ങിയ പരാതികളാണ് ഉയർന്നത്. തിരുവനന്തപുരത്തെ മംഗലപുരം ഏരിയ സമ്മേളനത്തിൽ പാർട്ടി ഓഫീസ് നിർമ്മാണത്തിലെ സാമ്പത്തിക ക്രമക്കേടാണ് വിവാദമായത്. ഏരിയ സെക്രട്ടറി കണക്ക് കാണിച്ചിരുന്നുള്ള ആരോപണവും തർക്കവും കയ്യാങ്കളിയിലെത്തി. സ്ഥാനം തെറിച്ചതോടെ ജില്ലാ സെക്രട്ടറി വിമർശിച്ച് ഏരിയ സെക്രട്ടറി മുല്ലശ്ശേരി മധു പാർട്ടി വിടുകയും ചെയ്തു. തിരുവല്ലയിൽ പീഡനക്കേസ് പ്രതിയെ മുതിർന്ന നേതാക്കൾ സംരക്ഷിക്കുന്നതിന്റെ പേരിലുണ്ടായ തർക്കവും സമാപിച്ചത് കയ്യാങ്കളിയിൽ. CPM നേമം ഏരിയ സമ്മേളനത്തിൽ നേമം സഹകരണ ബാങ്കിലെ തട്ടിപ്പുകളാണ് ചർച്ചയായത്. മരണപ്പെട്ടവരുടെ പേരിൽ പോലും ലക്ഷങ്ങൾ തട്ടിയെടുത്തവർ പാർട്ടിയിലുണ്ടെന്നായിരുന്നു ആരോപണം. നേതാക്കളുടെ നിലപാടുകൾ പാർട്ടിക്ക് കളങ്കമുണ്ടാക്കിയെന്നും വിമർശനമുണ്ടായി. കീഴ്ഘടകങ്ങളിൽ ആളിക്കത്തുന്ന അസംതൃപ്തിയും വിഭാഗീയതയും പരിഹരിക്കാൻ പാർട്ടി ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ പരാജയപ്പെട്ടതാണ് പൊട്ടിത്തെറിയിലേക്ക് നയിച്ചത്. CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഇടപെടലുകളും പാർട്ടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായില്ല. ആരോപണങ്ങളിൽ മുഖം നഷ്ടപ്പെട്ട മുഖ്യമന്ത്രിക്കും CPM സംസ്ഥാന നേതൃത്വത്തിനും പാർട്ടിയിലുള്ള പിടിയുന്നതും പ്രാദേശിക സംഘടനാ പ്രശ്നങ്ങൾ കൂട്ടത്തലിലേക്കും പ്രതിഷേധങ്ങളിലേക്കും എത്താൻ കാരണമായിട്ടുണ്ട്. പാർട്ടി അച്ചടക്കം ലംഘിച്ചുകൊണ്ടുള്ള പരസ്യപ്പോർവിളികളും വിഭാഗീയ പ്രവർത്തനങ്ങളും ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങളിലേക്കും വ്യാപിക്കുമോ എന്നതും CPM-നെ ആശങ്കയിലാഴ്ത്തുന്നു. ജനം, തിരുവനന്തപുരം.